ജില്ലാ വൈസ് പ്രസിഡന്റ് റോയ് വെള്ളരിങ്ങാട്ട്, ആദരണീയരായ സന്നദ്ധ സഹോദരങ്ങൾക്ക് എന്റെ നമസ്കാരം. നമ്മൾ ഇന്ന് ഗാന്ധി പ്രതിമയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. ബ്രിട്ടീഷുകാർ 6 വർഷത്തോളം അദ്ദേഹത്തെ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് വരികയാണ്, 6 വർഷത്തോളം അദ്ദേഹത്തെ ജയിലിലടച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ തോക്കും ബന്ധവും വഴിപാടുമൊക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ആരും അദ്ദേഹത്തെ വെടിവെച്ച് കൊണ്ടില്ല. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു. ജയിലിലടച്ച് 6 വർഷത്തിലധികം ജയിലിൽ കിടന്നു. നെഹ്റു അതുപോലെ 9 വർഷത്തിലേറെ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. ഇപ്പോഴിതാ അതുപോലെ നീതിമാന്മാരായ മനുഷ്യരെ ജയിലിലിരുന്ന രണ്ടാമതൊരു അടിമത്തം ഇതാ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ BJP ഗവൺമെന്റ് വളർത്തിക്കൊണ്ടിരിക്കുക. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ ആയതുകൊണ്ടല്ലേ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി അഴിമതി കാട്ടിയത് കൊണ്ടാണ് ജയിലിലിട്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സുഹൃത്തുക്കളെ. ഗാന്ധി അഴിമതി കാട്ടിയത് കൊണ്ടല്ല ഗാന്ധിയെ ജയിലിലിട്ടത്. നെഹ്റു അഴിമതി കാട്ടിയത് കൊണ്ടല്ല നെഹ്റുവിനെ ജയിലിലിട്ടത്. UP-യുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നെഹ്റു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. മഹാബലിയുടെ കഥ മറന്നു പോയിട്ടില്ല. എല്ലാവരെയും സമന്മാരായി കണ്ട് എല്ലാവർക്കും തുല്യതയും ഭരിച്ചിരുന്ന സമൃദ്ധിയുടെയും സമൃദ്ധിയുടെയും മഹാബലിയെ മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തിയത് വാമനനായിരുന്നു, മറക്കരുത്. അതുപോലെ വാമന ജന്മമെടുത്തിട്ടുള്ള ഭരണാധികാരികൾ ഇന്ന് ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. നല്ല മനുഷ്യരെ മണ്ണിലേക്ക് താത്തുവിടുന്നതിന് വേണ്ടി, പാതാളത്തിലേക്ക് താത്തുവിടുന്നതിന് വേണ്ടി തീഹാർ ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇതിന് പകരം ചോദിക്കാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ജനാധിപത്യമുള്ളിടത്തോളം കാലമേ അവസരമുണ്ടാകൂ. BJP കാണിക്കുന്നത് അക്രമമാണ്, അഴിമതിയാണ്. അഴിമതിക്കെതിരെയുള്ള സമരം ചെയ്യുന്നവരെ തന്നെ പിടിച്ചെടുത്ത് നീതിമാന്മാരെ ജയിലിലിടുന്ന ഈ അവസ്ഥ, അത് പാടില്ല എന്ന് വിളിച്ചു പറയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. കാരണം അങ്ങനെ നാം ചെയ്യുന്നില്ലെങ്കിൽ നാളെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെ ഇന്ന് അദ്ദേഹം നാളെ നമ്മളായിരിക്കാം. നമുക്കുണ്ടാകാൻ പോകുന്ന ഈ അനുഭവം ഇനിമേൽ ആവർത്തിക്കരുത് എന്നുള്ളതുകൊണ്ട് ആ നീതിമാനുമായിട്ട് ശബ്ദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും സ്ത്രീകളടക്കം ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഞങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ തരംപിച്ച ആളുകളല്ല. ഞങ്ങളെല്ലാം സാധാരണക്കാരായ ആളുകളാണ്. നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാരായ ആളുകളാണ്. അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആം ആദ്മിയോടൊപ്പം ചേർന്ന് നിന്ന് അഴിമതിക്കെതിരെ സംസാരിക്കുക, അഴിമതിക്കെതിരെ വാളെടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെ എല്ലാവരെയും ഈ മഹത്തരമായ കാര്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നീതിമാന്മാരെ ക്രൂശിക്കുന്നതും പീഡിപ്പിക്കുന്നതും നിർത്തലാക്കിയില്ലെങ്കിൽ നീതിമാന്റെ പാർട്ടികൾ തിരിച്ചു വരും. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. 2ാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിക്കഴിഞ്ഞു. ഏകാധിപത്യത്തിൽ നിന്നും BJP-യുടെ ഏകാധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണിയിലെ തയ്യാറായിക്കൊണ്ട് പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഇന്ത്യ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടില്ല. എങ്കിൽ കൂടിയും BJP ഇതര ഏത് പരിപാടിക്ക് വേണ്ടി സംഘപരിവാറിന്റെ അക്രമങ്ങളില്ലാത്ത, അഴിമതിയില്ലാത്ത ഏതൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിന് ഇന്ന് വിരോധമായി പറയാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റ് അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, വീണ്ടും അടിയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഉണർന്നെഴുന്നേൽത്തത് നമ്മളാണ്, ജനങ്ങളാണ്, നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഇതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം.